ഹായ് കൂട്ടുകാരെ, മിയാസഗി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹലോ കൂട്ടുകാരെ, ഞങ്ങളുടെ അടുക്കള മുറ്റത്ത് ഒരു 7 മൂട് പാവൽ നട്ടതാണ്. പാവൽ നട്ട് പന്തലുമിട്ടു. ഇപ്പോൾ കായ്കളും വന്നു കഴിഞ്ഞിരിക്കുന്നു. അതിന് എന്തൊക്കെ വളങ്ങളാണ് ചെയ്തത്? തോനെയും വളങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഞങ്ങൾ കുറച്ച് ചാമ്പൽ, അതായത് ചാരം, നമ്മൾ തീയെ കരിക്കുന്നതിൻ്റെ ചാരം, അത് ആട്ടിൻപുഴുക്ക്, വേപ്പിൻ പിണ്ണാക്ക്, പറിച്ച് നടാൻ നേരത്ത് ഈ വളങ്ങളാണ് ചെയ്തത്. നടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞാൽ മണ്ണ് കൂമ്പാരം ആക്കി കൊടുക്കുക, വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുക. എല്ലാ ദിവസവും നമ്മൾ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കണം. എന്നാലേ നല്ല രീതിയിൽ നല്ല വേരുകൾ, പുതിയ വേരുകൾ വരികയും നല്ല രീതിയിൽ വളർന്നു വരത്തുള്ളൂ. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ 15 ദിവസം കൂടുമ്പോൾ നമ്മളിതിന് വളം ചെയ്ത് കൊടുക്കണം. പിന്നെ ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ ചാരം കുറച്ചെടുക്കുക, വെള്ളത്തിലിടുക, മിക്സ് ചെയ്യുക. നല്ല രീതി എല്ലാത്തിൻ്റെയും മൂട്ടിൽ, എല്ലാ തൈകളുടെയും മൂട്ടിൽ നമ്മൾ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതി തൈകൾ നല്ല രീതിയിൽ വളർന്ന് വരുന്നതാണ്, കേടുകൾ കൂടാതെ. ഈ ചാരം ചെയ്യുന്നതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ തൈകൾ കേട് കൂടാതെ പെട്ടെന്ന് വളർന്നു വരും. അതുകൂടാതെ നമ്മൾ എല്ലാ ദിവസവും വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം കെട്ടിക്കിടക്കരുത്. വെള്ളം കെട്ടിക്കിടന്നാൽ ഇതിൻ്റെ തൈകളെല്ലാം തൈകൾ ഉണങ്ങിപ്പോകും, വേരുകൾ അഴുകി തൈകൾ ഉണങ്ങിപ്പോകുന്നതാണ്. അതുകൊണ്ട് ഞങ്ങളിത് നട്ട് കറക്റ്റ് പറഞ്ഞാൽ 43-ാമത്തെ ദിവസം ഞങ്ങൾക്ക് ഇതിനകത്ത് കായ്കൾ കിട്ടിത്തുടങ്ങി. നിങ്ങൾക്ക് കായ്കൾ കണ്ടു കാണും, ഇതിൽ കാണാം, കായ്കൾ കിടക്കുന്നത് കാണാം. ഇനിയെല്ലാം അവിടെ ഇവിടെ എല്ലാം നല്ല മുട്ടുകളും പൂവുകളും എല്ലാം വന്നു തുടങ്ങിയിട്ടുണ്ട്. അന്നേരം എല്ലാവരും വീടുകളിൽ ഇത് പരീക്ഷിച്ച് നോക്കും. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം.